പോലും അസൂയ തോന്നും വിധം ഈ CSK കവചം. ഇക്കഴിഞ്ഞ 3 വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട്. വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം, കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട്. താങ്ക് യു ഫോർ ഓൾവേസ് കൺസിഡറിങ് us with utmost respect and art that is getting endangered in power corridors across the globe. എന്ന് സ്നേഹത്തോടെ വിദ്യ S. അയ്യർ. ഈ ഷമുറായി ശശീന്റെ പാദസേവ ചെയ്യുന്ന കുറെ IAS ഉദ്യോഗസ്ഥരുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. KCC ഇത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നു. പക്ഷേ സോപ്പ് ഇടുമ്പോൾ വല്ലാതെ പതപ്പിച്ച ഭാവിയിൽ അത് ദോഷം ചെയ്യും. രാകേഷിനെ അഭിനന്ദിച്ചത് സതുദ്ദേശപരമെങ്കിലും വിദ്യയ്ക്ക് വീഴ്ച സംഭവിച്ചു. രാഷ്ട്രീയ നിയമനം ലഭിച്ച ഒരാളെ പുകഴ്ത്തുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. ഒരു സ്ത്രീ എന്ന നിലയിൽ സ്വന്തം അഭിപ്രായം പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് അറിയില്ലേ? ഒരാൾക്കൊരു സ്ഥാനക്കയറ്റം കിട്ടുമ്പോൾ അതേത് പാർട്ടി അംഗമാണെങ്കിലും ഇങ്ങനെ അപ്രിസിയേഷൻ ചെയ്യുന്നത് ശരിയാണോ വിദ്യയെ? ഫാദർ ലോയും ഹസ്ബൻഡും KCCയുടെ പ്രമുഖ നേതാക്കളായിരിക്കെ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ആളെ എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ അപ്രിസിയേഷൻ ചെയ്യാൻ ധൈര്യം വന്നു? സുഹൃത്തെന്ന നിലയിൽ പ്രശംസിക്കുമ്പോൾ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. എല്ലാം ഒന്നും പാലിച്ചില്ലെങ്കിലും തന്റെ ഭർത്താവിന്റെ പാർട്ടിയിൽപ്പെട്ടതാണോ ഈ സുഹൃത്തെന്ന് ഒന്ന് ചെക്ക് ചെയ്യാമായിരുന്നു. എത്ര വിചിത്രമാണ് ഈ ലോകം. നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നന്മയുടെ വെളിച്ചമുണ്ടാകും. ആ വെളിച്ചം കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. ആ നന്മ 4 ആളോട് പറയുക എന്നുള്ളത് പ്രയാസമുള്ളൊരു കാര്യമാക്കേണ്ടതില്ല. ഇനി ആ നന്മകൾ 4 ആളോട് പറയാതിരിക്കുക പ്രശ്നമാകും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യവനാള് കൊള്ളാം. എന്താ പേര്?